ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ 2ാമത്തെ യൂണിറ്റായ ടുവേർഡ്സ് ദ എമോഷൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പാഠമാണ്. ഈ പാഠത്തിലെ എല്ലാ ചോദ്യങ്ങളും അതുപോലെ തന്നെ ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുള്ള വർക്കുകൾ അതുപോലെ തന്നെ പാഠം വിശദീകരണം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോയാണിത്. അപ്പോൾ കുറച്ചധികം വലിയ പാഠമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിന് മുമ്പുള്ള പാഠങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 1ാമത്തെ യൂണിറ്റ്. അപ്പോൾ അത് ആവശ്യമുള്ള കൂട്ടുകാർ അത് കാണുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്? ടുവേർഡ്സ് ദ എമോഷൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്. അതായത് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ആവിർഭാവത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പാഠമാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു കോൺവേഴ്സേഷനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അപ്പോൾ ഫിഗർ 2.1 നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം അവിടെ 3 ആളുകളെ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ പേര് നോബിൻ മാധവ്, ഗോപാൽ, ഗോലഖ് ചന്ദർ ബസു, സാധു ചരൺ എന്ന് പറയുന്ന വ്യക്തികളാണ്. ദെൻ ആദ്യം നോബിൻ മാധവിൻ്റെ നോക്കാം. എന്താണ്? ഫാദർ, ഹൗ ലോങ് വി വിൽ എൻറ്റർ ദിസ് ട്രെയിനിങ്? ദ നിലം ലാൻഡ് ലോഡ്സ് ഹാവ് മെയ്ഡ് അസ് വർ സ്ലേവ്സ് ഇൻ അവർ ഓൺ ലാൻഡ്സ്. വി ഹാവ് ടു വേക്ക് അപ്പ് ആൻഡ് ഫൈറ്റ് ഫോർ അവർ റൈറ്റ്സ്. അതായത് അച്ഛനോട് പറയുകയാണ്, നമ്മുടെ ഈ എന്താ പറയുന്നത്, സ്വച്ഛാധിപത്യം എത്ര നാളാണ് നമ്മളിതൊക്കെ സഹിക്കുക. അതുപോലെ തന്നെ ഈ നിലം ലാൻഡ് ലോഡ്സ് മുതലാളികളൊക്കെ നമ്മുടെ സ്വന്തം മണ്ണിൽ നമ്മളെ അടിമകൾ, സ്ലേവ്സുകളെ പോലെയാണ് അടിമകളാക്കിയിട്ടുള്ളത്. നമ്മുടെ അവകാശങ്ങൾക്കായിട്ട് നമ്മൾ പോരാടേണ്ടതുണ്ട്. അതൊക്കെയാണ് ആ കുട്ടി പറയുന്നത് അച്ഛനോട്. അപ്പോൾ ഗോലഖ് ചന്ദർ ബസ് പറയുകയാണ്, മൈ സൺ, അവർ സഫറിങ്സ് ആർ ഗ്രേറ്റ് ബട്ട് അവർ യൂണിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ്. അതായത് ആ മകനോട് പറയാണ്, നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം വളരെയധികം വലുതാണ്, എന്നാൽ നമ്മുടെ യൂണിറ്റി, അതായത് ഐക്യം എന്ന് പറയുന്നത് അതിനേക്കാളെല്ലാം വലുതാണ്, മുകളിലാണ് എന്ന് പറയുകയാണ്. The time has come for us to stand together not only as farmers but also as a nation. We are not weak. We must show the world that we can resist and reclaim our dignity. അതായത് നമ്മൾ ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം എന്ന നിലയിൽ, നേഷൻ എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയം ആവാനായിട്ടുണ്ട്. നമ്മൾ വീക്കല്ല, നമ്മൾ ഭയങ്കര എല്ലാത്തിനെയും ചെറുത്ത് നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ ആ ഡിഗ്നിറ്റി, അതായത് അന്തസ്സ് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് നാം ലോകത്തിന് തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഗോലഖ് ചന്ദർ ബസു പറയുകയാണ്. ദെൻ ലാസ്റ്റ് വൺ സാധു ചരൺ ആണ്. സാധു ചരൺ, യെസ്, what നോബിൻ said is right. അതായത് നോബിൻ പറഞ്ഞത്, അതായത് 1ാമത്തെ ആൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുകയാണ്. we have been silent for too long. അതായത് നമ്മൾ വളരെ കാലമായിട്ട് നിശബ്ദമായിട്ടാണ്. our ancestors ask us to break this chain. നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, പൂർവികർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതൊന്ന് പൊട്ടിച്ചെറിയാൻ, ഈ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിയാനാണ്. we can fight together for our freedom and for our future generation. നമുക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടാമെന്നാണ് സാധു ചരൺ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺവേഴ്സേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജിലാണ് എന്താണ്, ഡിഡ് യു ലിസൺ ടു ദ കോൺവേഴ്സേഷൻ ഗിവൺ എബോവ്? നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോൺവേഴ്സേഷൻ. ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദ പ്ലേ നീൽ ദർപ്പൺ റിട്ടൺ ബൈ ബംഗാളി ലിറ്ററസി ആൻഡ് സോഷ്യൽ റിഫോമർ ദീനബന്ധു മിത്ര. അതായത് ദീനബന്ധു മിത്ര എഴുതിയിട്ടുള്ള നീൽദർപ്പൺ എന്ന് പറയുന്ന ആ ഒരു പ്ലേയിൽ നിന്ന് നാടകത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ ഒരു സംഭാഷണമായി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ഇൻഡിഗോ പ്ലാന്റേഷൻ ഓണേഴ്സ് വിച്ച് വി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ. ദ ഹൈലൈറ്റ്സ് ദ നീഡ് ഫോർ ഇന്ത്യൻസ് ടു സ്റ്റാൻഡ് ടുഗദർ അഗെയിൻസ്റ്റ് ദിസ് എക്സ്പ്ലോയിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതായത് ഇന്ത്യക്കാർ ഒരുപാട് കഷ്ടതകൾ, ചൂഷണങ്ങൾക്കെതിരെ ഇന്ത്യക്കാരെ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ എടുത്തു പറയുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് വാട്ട് ക്യാൻ ബി ലേൺ ഫ്രം ദിസ് കോൺവേഴ്സേഷൻ, ഈ സംഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്? ദ നീഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഫോറിൻ ട്രെയിനിങ്, അതായത് വിദേശാധിപത്യത്തിനെതിരെ പോരാടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എംപാൻസിനേഷൻ ഫ്രം
എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ളൊരു മോചനം, അതിനെക്കുറിച്ച് നമുക്ക് ഈ കോൺവേഴ്സേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ സൈഡിൽ എന്താണ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധകൻ എന്ന് പറഞ്ഞിട്ട് ദാദാഭായ് നവോജിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, അധിക വായനയാണ്. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറില്ല അതിൽ ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ ബോക്സ് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വായിക്കുന്നില്ല, ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വളരെ ലോങ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ ബോക്സ് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ അതിലെ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ബിഫോർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻടു മെനി പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെഗ്രിഗേഷൻ എക്സിസ്റ്റ് ഇൻ ഓൾ സ്പിയേഴ്സ് ലൈക്ക് കാസ്റ്റ്, റിലീജിയൻ, ട്രസ്റ്റ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. അതായത് സെഗ്രിഗേഷൻ, അതായത് വേർതിരിവുകൾ നിലനിന്നിട്ടുണ്ടായിരുന്നു എല്ലാ മേഖലകളിലും, ജാതിയിലും മതത്തിലും വേഷത്തിലും ഭാഷയിലും സംസ്കാരത്തിലും എല്ലാ മേഖലയിലും വേർതിരിവ് നിലനിന്നിരുന്നു. ബട്ട് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് 19th century, beyond all such differences, a sense of unity emerged among Indians. പക്ഷേ 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടി ഇത്തരം ഭിന്നതകൾക്കെല്ലാം പുറമെ ഇന്ത്യക്കാർക്കിടയിൽ ഒരു യൂണിറ്റി, ഐക്യബോധം വന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ a strong anti-British feelings was the basics of this sense of unity of Indian people. The sense of unity is called nationalism. അപ്പോൾ ഇങ്ങനെ ഐക്യബോധം ഉണ്ടാകുന്നത്, അതായത് ഇന്ത്യൻ ജനതയുടെ ഒരു ഐക്യബോധത്തിൻ്റെ മനോഭാവം, ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇതിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നാഷണാലിസം എന്ന് പറയുന്നത്. ഒരു സെൻസ് ഓഫ് യൂണിറ്റി, ഒരു ഐക്യത്തിനെയാണ് നമ്മൾ നാഷണാലിസം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ let's examine the circumstances that led to the strengthened Indian nationalism. അപ്പം ഇന്ത്യൻ നാഷണാലിസത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, ശക്തമാക്കുന്നതിന് ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നാഷണാലിസത്തിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഡെഫിനിഷൻ ആയിട്ടോ എങ്ങനെയുമായിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്കണോമിക് പോളിസി, അതായത് സാമ്പത്തിക നയം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്കണോമിക് പോളിസി പഠിക്കാം. We had discussed the earlier capture of various princely states in India by the British and economic policies implemented by them. അതായത് ഇന്ത്യയിലുള്ള വിവിധ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ കുറിച്ചും അവിടെ നടപ്പിലാക്കിയിട്ടുള്ള എക്കണോമിക് പോളിസിയെ കുറിച്ചിട്ടുമൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യ ഹാഡ് become a colony for collection of raw materials for the British industries and also a market for the British product. അതായത് എന്താണ്, ബ്രിട്ടീഷുകാരുടെ ഒരു കച്ചവടത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലുകൾ ശേഖരിക്കുന്നതിന് ഉള്ളൊരു കോളനി ആയിട്ടും അതുപോലെ തന്നെ അവരുടെ പ്രോഡക്ട്സ് വിൽക്കാനുള്ളൊരു ഒരു മാർക്കറ്റ് ആയിട്ടുമായിരുന്നു ഇന്ത്യ മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദ പോളിസി അഡോപ്റ്റ് ആൻഡ് ദിസ് എക്കണോമിക് എക്സ്പ്ലോറേഷൻ വാസ് ദ എയിം ഓഫ് ദി ബ്രിട്ടീഷ്. അതായത് അവരുടെ എയിം എന്ന് പറയുന്നത് എന്താണ്, ലക്ഷ്യം എന്ന് പറയുന്നത് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു, സാമ്പത്തിക ചൂഷണമായിരുന്നു അവരുടെ എയിം എന്ന് പറയുന്നത്. ദ പോളിസീസ് അഡോപ്റ്റഡ് ബൈ ദം ഫോർ ദ ലെഡ് ടു ദ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി ഇൻ ഇന്ത്യ. അപ്പോൾ ഇങ്ങനത്തെയുള്ള പോളിസികൾ മൂലം സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യയിൽ ഒരുപാട് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയും പോവർട്ടി, ദാരിദ്ര്യത്തിനുമൊക്കെ കാരണമായിട്ടുണ്ട്. ആസ് എ റിസൾട്ട് വേരിയസ് കാറ്റഗറീസ് ലൈക്ക് ഫാമേഴ്സ്, ആർട്ടിഷ്യൻസ്, സ്മോൾ ട്രേഡേഴ്സ് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റി സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തരത്തിലുള്ള വിഭാഗക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ, അല്ലെങ്കിൽ അവർക്കെതിരെ പോരാട്ടങ്ങൾ, ബ്രിട്ടീഷുകാരെ പോരാട്ടം ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. ദാദാഭായ് നവറോജി, R.C. Dut and Mahadev Govind Ranade carried out detailed studies about the economic exploitation by the British. They were early leaders of Indian national movement. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യാം. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇതിന് വേണ്ടിയിട്ട് വിശദമായ പഠനം നടത്തിയിട്ടുള്ള വ്യക്തികളാണ് ദാദാഭായ് നവറോജി, R.C. Dutt, മഹാദേവ് ഗോവിന്ദ് റനാഡെ തുടങ്ങിയിട്ടുള്ള അവരാണ് ഏർലി ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിഭാഗം ആരൊക്കെയാണ് ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുള്ളത്? ഫാമേഴ്സ്, ആർട്ടിഷ്യൻസ്, സ്മോൾ ട്രേഡേഴ്സ്, ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നിവരൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എക്കണോമിക്
പോളിസി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ടോപ്പിക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. മോഡേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ഇൻ ഇന്ത്യ അറ്റ് ദ ബിഗിനിങ് ഓഫ് 19th century. അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൂടെ തന്നെ എന്താണ് ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷൻ എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുണ്ട്. ദെൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ടു ഹൈലൈറ്റ് their superiority to subject Indian culturally and mold a section of Indians who would be sympathetic to them. അതായത് എന്താണ് ഇന്ത്യക്കാർക്ക് 19ാം നൂറ്റാണ്ട് കൂടി തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷുകാരുടെ ആ മേന്മ ഉയർത്തി കാണിക്കാനും അതുപോലെ തന്നെ ഇന്ത്യക്കാരെ തങ്ങളുടെ ഒരു വരുതിയിലേക്ക് ആക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ബട്ട് ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യൻസ് ബിക്കെയിം കോൺഷ്യസ് ഓഫ് ഡെമോക്രസി, ഫ്രീഡം, എഗ്ലാറ്ററൈൻ സെൻസ്, ഈക്വൽ ജസ്റ്റിസ്, സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സിവിൽ റൈറ്റ്സ്. അതായത് ഇങ്ങനെ പഠിച്ചിട്ടുള്ള ഇന്ത്യക്കാർ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഇന്ത്യക്കാർക്ക് അവർക്ക് ഡെമോക്രസിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും സ്ഥിതിസമത്വത്തെക്കുറിച്ചും തുല്യനീതിയെക്കുറിച്ചും സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ചിട്ടൊക്കെ അവബോധരായിട്ട് മാറുകയാണ് ചെയ്തത്. ദ നെക്സ്റ്റ് പാരഗ്രാഫ്, ഇന്ത്യൻസ് who got acquainted with these new ideas wondered how their country came under the British rule. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള ഇന്ത്യക്കാർ വളരെയധികം ചിന്തിച്ചു, എങ്ങനെയാണ് പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർക്ക് അവരുടെ രാജ്യം എങ്ങനെയാണ് ബ്രിട്ടൻ്റെ കീഴിലായി എന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങി. ദേ constantly talked about the needs and to end the British rule. അവർ തുടർച്ചയായിട്ട് എന്ത് ചെയ്തു? ഇതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യകതയൊക്കെ നിരന്തരമായിട്ട് അവർ സംസാരിക്കുകയുണ്ടായി. ദെൻ the English became the common language of exchange ideas for people coming from different parts of country. Western education helped Indians to understand about the economic and social weakness of country. This led to the emergence of nationalism. അപ്പോൾ എന്താണ് ഇങ്ങനെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇംഗ്ലീഷ് വിവിധ ഡിഫറെൻറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറുകയുണ്ടായി. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ എക്കണോമിക്, സാമ്പത്തികം, അതുപോലെ തന്നെ സാമൂഹ്യ ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യക്കാരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങളെല്ലാം എന്താണ്? ദിസ് ഈസ് ലെഡ് ടു ദ എമോഷൻസ് ഓഫ് നാഷണാലിസം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നാഷണാലിസത്തിൻ്റെ ഒരു എമോഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് 2.3 and 2.4 അവരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് താഴെ ഒരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം, ഹൗ ഡിഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഹെൽപ്ഡ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം എമംഗ് ഇന്ത്യൻസ്, ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. എങ്ങനെയാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യക്കാർക്ക് ഒരു നാഷണലിസം, ദേശീയത വളർത്തുന്നതിന് സഹായകമായിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ആൻസർ, ഇന്ത്യൻസ് ബിക്കം കോൺഷ്യസ് ഓഫ് ഡെമോക്രസി ആൻഡ് ഫ്രീഡം, എഗ്ലാറ്ററൈൻസസ്, equal justice, scientific temper and civil rights. English became the common language of the exchange of ideas, helping Indians to understand this economic and social weakness of India. This led to the emergence of nationalism. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. കുറച്ചും കൂടി വലിയ നോട്ടാണ് നിങ്ങൾ വേണ്ടതെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പിക്ചേഴ്സൊക്കെ ശ്രദ്ധിക്കുക. ഓരോ വ്യക്തികളുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് ടോപ്പിക്കാണ് ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പർ. അതായത് സാഹിത്യവും പത്രത്തെ കുറിച്ചിട്ടുമാണ് ഇനി ഇവിടെ പറയുന്നത്. Literacy works and newspaper played an important role in spreading nationalism in India. അതായത് ഇന്ത്യയിൽ നാഷണലിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലിറ്ററസി, സാഹിത്യകൃതികളും അതുപോലെ ന്യൂസ് പേപ്പറും വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഹാഡ് റിഫ്ലക്ഷൻ ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധമെല്ലാം സാഹിത്യത്തിലും അലയടിച്ചിട്ടുണ്ട്. ദ സഫറിങ്സ്, നെഗ്ലിജൻസ് ആൻഡ് എക്സ്പ്ലോട്ടേഷൻ ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൺട്രി ബിക്കം ദ തീംസ് ഓഫ് ലിറ്ററസി വർക്ക്. രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ, അതുപോലെ തന്നെ പ്രശ്നങ്ങളെല്ലാം എന്താണ് സാഹിത്യകൃതികളുടെ പ്രതിപാദ്യ വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. The works prominent writers of that time like Dinabandhu Mitra, Bankim Chandra Chatterjee, Rabindranath Tagore, Vellathol Narayana Menon and Subramanya Bharati played an important role in increasing nationalism among the people. അതായത്
അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരാണ് ദീനബന്ധു മിത്ര, ബാങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, അതുപോലെ തന്നെ വെള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരെല്ലാം കൃതികളിലൂടെ ജനങ്ങളിലേക്ക് ഒരു ദേശീയ ബോധം വളർത്തുന്നതിന് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചവരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി പറയുന്ന ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കണം. അതായത് മേജർ നാഷണൽ ലിറ്ററസി ഫിഗേഴ്സ് ആണ്, സാഹിത്യകാരന്മാരാണ്, അവരുടെ ഭാഷകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് നോക്കാം. ബാങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്നതും രവീന്ദ്രനാഥ് ടാഗോറും ബംഗാളി ലാംഗ്വേജിലാണ്. ദെൻ അടുത്തത് ലക്ഷ്മിനാഥ് ബെറുവ എന്ന് പറയുന്നത് ആസാമീസ് ആണ്. ദെൻ വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ എന്ന് പറയുന്നത് മറാത്തിയാണ്. അപ്പോൾ അതാണ്. ഇനി അടുത്ത പേജിലാണ് നെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ്. സുബ്രഹ്മണ്യ ഭാരതി. അപ്പോൾ ഇവരുടെ ചിത്രങ്ങളെല്ലാം നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. സുബ്രഹ്മണ്യ ഭാരതി തമിഴാണ്. ദെൻ ഭാരതേന്ദു ഹരിചന്ദ്ര, അതുപോലെ പ്രേംചന്ദ് ഹിന്ദിയാണ്. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ആണ്. വെള്ളത്തോൾ നാരായണ മേനോൻ മലയാളമാണ്. അപ്പോൾ അവരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 2.5, 2.6, 2.7 ആൻഡ് 2.8, 2.9 അവരുടെ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. മെനി ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് റീജിയണൽ ലാംഗ്വേജസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അറ്റ് ദാറ്റ് ടൈം. അതായത് ആ കാലത്ത് ഒരുപാട് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മറ്റുള്ള റീജിയണൽ ലാംഗ്വേജ് പ്രാദേശിക ഭാഷയിലുമൊക്കെ ഒരുപാട് പത്രങ്ങളൊക്കെ ഒരുപാട് നിലവിൽ വന്നിട്ടുണ്ട്. ദെൻ ദ സോഷ്യൽ റിഫോമർ രാജാറാം മോഹൻ റോയ് പൈനിയർ ജേർണലിസം ഇൻ ഇന്ത്യ. അതായത് ഇതിൽ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള ഒരു പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക, ചിലപ്പോൾ വൺ വേർഡിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദ ന്യൂസ് പേപ്പർ ഹി സ്റ്റാർട്ടഡ് വിത്ത് സമ്മദ് കൗമുദി ഇൻ ബംഗാൾ ആൻഡ് മിറാത്തുൽ അക്ബർ ഇൻ പേർഷ്യ. അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പർ ബംഗാളിൽ സമ്മദ് കൗമുദിയും അതുപോലെ തന്നെ പേർഷ്യയിൽ മിറാത്തുൽ അക്ബർ എന്നിവയാണ്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. സച്ച് ന്യൂസ് പേപ്പേഴ്സ് were able to respond and criticize the British policies and patrons a critical mindset against exploitation. അതായത് ഇങ്ങനെയുള്ളത് ആരംഭിച്ചത് മൂലം എന്താണ്, ബ്രിട്ടീഷ് നയങ്ങളുടെ വിമർശിക്കാനും അവർക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരെ മനോഭാവം വളർത്താനും ഇത്തരം പത്രങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. ലിറ്റ്സ് ബിലോ ആർ സം ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പർ വിച്ച് പ്ലേഡ് എ ഡൈസിസീവ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ ഐഡിയാസ് ആൻഡ് നാഷണലിസം. അപ്പോൾ താഴെ കുറച്ച് പ്രധാനപ്പെട്ട പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ആധുനിക ആശയങ്ങളെ ദേശീയതയെ വളർത്തുന്നതിന് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള 4-5 പത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ലാംഗ്വേജ് ഭാഷകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സ് ആണ്. അപ്പോൾ എന്താണ് അതായത് നോക്കാം. അമൃത് ബജാർ പത്രിക അതാരുടെയാണ്? ബംഗാളി ലാംഗ്വേജിലാണ്. ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷിലാണ്. ദെൻ മാതൃഭൂമി അല്ലമീൻ എന്ന് പറയുന്നത് മലയാളത്തിലാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ബ്രിട്ടീഷ് സോ ദ ന്യൂസ് പേപ്പേഴ്സ് ആസ് എ വെപ്പൺ ഓഫ് പ്രൊപ്പഗാൻഡ അഗെയിൻസ്റ്റ് ദം ആൻഡ് ടുക്ക് മെഷേഴ്സ് ടു കൺട്രോൾ ദം. അതായത് ബ്രിട്ടീഷുകാർ ഈ പത്രങ്ങളെല്ലാം കണ്ടിരുന്നത് അവർക്കെതിരെയുള്ള ഒരു പ്രചാരണമായിട്ടാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയുണ്ടായി. ഇമ്പോർട്ടൻറ്റ് എമംഗ് ദിസ് ഈസ് വെർണാക്കുലർ പ്രസ് ആക്ട് ഇനാക്റ്റഡ് ബൈ ലോർഡ് ലൈറ്റൺ. ഇന്ത്യ പീപ്പിൾ സ്റ്റുഡ് യുണൈറ്റഡ് അഗെയിൻസ്റ്റ് സച്ച് ലോസ്. അതായത് ഇതിൽ പ്രധാനപ്പെട്ടതാണ് നടപ്പിലാക്കിയിട്ടുള്ളതായിരുന്നു വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത്. ലോർഡ് ലൈറ്റൻ്റെ വെർണാക്കുലർ പ്രസ് ആക്ട്. ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ടായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഞാൻ അടുത്തത് എന്താ പറയുന്നത്? പ്രിപ്പയർ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓൺ ദ റൂൾസ് ഓഫ് പ്രസ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം. അതായത് ദേശീയത അല്ലെങ്കിൽ നമ്മുടെ നാഷണലിസം വളർത്തുന്നതിന് പത്രമാധ്യമങ്ങളുടെ സ്വാധീനം, ദ റോൾ ഓഫ് പ്രസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഒരു ലഘു വിവരണം അല്ലെങ്കിൽ ലഘു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഭാഗമുണ്ട് ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. മോഡേൺ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ടു റിയലൈസ് ദ നീഡ് ടു എലിമിനേറ്റ് ഫാൾസ് ബിലീവ്സ് ആൻഡ് സൂപ്പർസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് പ്രിവലൈഡ് ഇൻ ഇന്ത്യ. അതായത് സമൂഹത്തിൽ നിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നമ്മുടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോഡേൺ എഡ്യൂക്കേഷൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് എക്സാമിൻ ദ ഏർലി റിഫോംസ് ഇൻ ഇന്ത്യ ദെയർ ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ
ഭരണകർത്താക്കൾ ഉണ്ടായിട്ടുണ്ട്, അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാം. ആദ്യത്തേതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രാജാ റാം മോഹൻ റോയ് എന്ന്. അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാജാ റാം മോഹൻ റോയ് initiated social reforms in India, born in Bengal in 1772. He had a profound knowledge in Hindustan, Islam, Christianity and Judaism. Roy was a multilingual scholar influenced by the ideals of French Revolution. അപ്പോൾ രാജാ റാം മോഹൻ റോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. അദ്ദേഹമാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അദ്ദേഹം 1772 ബംഗാളിലാണ് ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിലൊക്കെ ഒരുപാട് പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ബഹുഭാഷ പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആശയങ്ങളൊക്കെ ഒരുപാട് രാജാ റാം മോഹനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുമൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ കമ്പാരിസൺ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടായിട്ടൊക്കെ രാജാ റാം മോഹൻ റോയിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചു വെക്കണം. ദെൻ അടുത്തത് എന്താണ് പറയുന്നത്, മേജർ സോഷ്യൽ റിഫോമിംഗ് ആക്ടിവിറ്റീസ് ഓഫ് രാജാ റാം മോഹൻ റോയ് ആർ ലിസ്റ്റഡ്. പ്രധാനപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിംഗ് സതി. അപ്പോൾ സതി നിർത്തലാക്കുന്നതിന് വളരെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് രാജാ റാം മോഹൻ റോയ് ആണ്. സ്റ്റാർട്ടഡ് മെനി സ്കൂൾസ് ഇൻ ടു ഇമ്പാർട്ട് മോഡേൺ എഡ്യൂക്കേഷൻ. അതായത് മോഡേൺ എഡ്യൂക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടഡ് എ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് കോൾഡ് ബ്രഹ്മ സമാജ്. അതായത് ബ്രഹ്മ സമാജം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. ആൻഡ് ഫൗണ്ട് അഗെയിൻ സോഷ്യൽ ഇവൽസ് ലൈക്ക് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി. അതായത് ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നിവയെല്ലാം അദ്ദേഹത്തിന് സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടിയിട്ടുണ്ട്. ദെൻ ആർഗ്യൂഡ് ദ വുമൺ ഹാവ് എ റൈറ്റ് ടു ഇൻഹെറിറ്റൻസ്. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി. ദെൻ സ്റ്റൂഡ് അഗെയിൻസ്റ്റ് ദ അഡൾട്ടറി ആൻഡ് പൊളിറ്റിസം. അതായത് വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവർക്കെതിരെ അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ടാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പോയിന്റ്സ് ആണ്. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കുക. മിനിമം ഒരു 4 എണ്ണെങ്കിലും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. അടുത്തൊരു സോഷ്യൽ റിഫോമറാണ് ജ്യോതിറാവ് ഫുലെ എന്ന് പറയുന്നത്. Jyotirao Phule was a social reformer who fought for the rights of people who were considered lower caste in Maharashtra and for the women. അതായത് മഹാരാഷ്ട്രയിലുള്ള ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും കണക്കാക്കുന്ന ജാതിയിൽപ്പെട്ടവരും അതുപോലെ സ്ത്രീകളുടെയും അവകാശങ്ങൾക്കെതിരെ പോരാടിയിട്ടുള്ള ഒരു സോഷ്യൽ റിഫോമറാണ് ജ്യോതിറാവ് ഫുലെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ആ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഹി ഫോംഡ് an organization named സത്യശോധക് സമാജ് ഫോർ സോഷ്യൽ റിഫോർമേഷൻ. അപ്പോൾ അദ്ദേഹം ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്, സത്യശോധക് സമാജ് എന്നാണ്. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ദിസ് ഓർഗനൈസേഷൻ മെയ്ഡ് എഫോർട്ട് ഫോർ വിഡോ മാരേജ് ആൻഡ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ചിൽഡ്രൻസ് ഓഫ് വിഡോസ്. ഹി എസ്റ്റാബ്ലിഷ് മെനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വുമൻസ് ആൻഡ് ദലിറ്റ്സ്. അതായത് അദ്ദേഹം എന്താണ് ഒരു പ്രസ്ഥാനം തുടങ്ങുകയും അതുപോലെ തന്നെ വിഡോ മാരേജ്, വിധവ വിവാഹം നടപ്പിലാക്കുകയും അവരുടെ മക്കളുടെ സംരക്ഷണം നടപ്പിലാക്കാനുള്ള സംഘടനകളൊക്കെ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ, അതുപോലെ ദളിതർ എന്നിവർക്കെതിരെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ആൻഡ് ദസ് മെനി പീപ്പിൾ ഓഫ് മഹാരാഷ്ട്ര റെസ്പെക്ട്ഫുള്ളി കോൾ ഹിം മഹാത്മാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനപൂർവ്വം മഹാരാഷ്ട്രയിലുള്ള ആളുകൾ മഹാത്മാ എന്നാണ് വിളിക്കുന്നത്. ഹിസ് ലൈഫ് പാർട്ട്ണർ സാവിത്രിബായി ഫുലെ ഹസ് കമ്പാനിയഡ് ഇൻ ഹിസ് ആക്ടിവിറ്റീസ്. സാവിത്രിബായി ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ബൈ എസ്റ്റാബ്ലിഷിംഗ് സെവറൽ സ്കൂൾ ഫോർ ഗേൾസ് ആൻഡ് നൈറ്റ് സ്കൂൾ. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ഭാര്യയായിരുന്നു സാവിത്രിബായി ഫുലെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പെൺകുട്ടികളുടെയും അതുപോലെ തന്നെ നൈറ്റ് ക്ലാസ്സിനെ സ്ഥാപിച്ചുകൊണ്ടുള്ള സാവിത്രിബായും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജ്യോതിറാവ് ഫുലെയെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനം, സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ രാജാ റാം മോഹൻ റോയിയുടെ നോക്കുകയാണെങ്കിൽ ബ്രഹ്മസമാജാണ്. ദെൻ ജ്യോതിറാവ് ഫുലെയുടെ നോക്കുകയാണെങ്കിൽ ഏതാണ് സത്യശോധക് സമാജാണ്. ദെൻ അടുത്തൊരു ആളാണ് പറയുന്നത് പണ്ഡിത രമാഭായ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിഗർ 212 എന്ന് കൊടുത്തിട്ടുണ്ട്. പണ്ഡിത രമാഭായ് എന്ന് പറയുന്നത്. പണ്ഡിത രമാഭായ് വാസ് എൻ ഫെമിനൻ പ്രസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ റിഫോം. അതായത് ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാഭായ് എന്ന് പറയുന്നത്. എ നേറ്റീവ് ഓഫ് കർണാടക, രമാഭായ് മാസ്റ്റേർഡ് ലാംഗ്വേജ് സച്ച് ആസ് സാൻസ്ക്രിറ്റ്, മറാത്തി ആൻഡ് ബംഗാളി. അതായത് കർണാടക സ്വദേശിയായിട്ടുണ്ടായിരുന്ന രമാഭായ് സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകളിലൊക്കെ ഒരുപാട് അറിവുകൾ അല്ലെങ്കിൽ സ്വായത്തമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ദെൻ രമാഭായ് വാസ് ഹോണർഡ് ബൈ ദ ടൈറ്റിൽ ഓഫ് പണ്ഡിത ബൈ ദ ടീച്ചേഴ്സ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട ഫോർ ഹെർ നോളജ് ഇൻ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. അതായത്
ഈ പണ്ഡിത എന്ന് പറയുന്ന ബഹുമതി നൽകിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? സംസ്കൃത ലിറ്ററേച്ചറിൽ സാഹിത്യത്തിൽ ഒരുപാട് അവഗാഹം പരിണമിച്ച് കൽക്കത്തയിലെ യൂണിവേഴ്സിറ്റി സർവകലാശാലയിലെ ഒരു ടീച്ചറായിട്ടായിരുന്നു രമാഭായിയെ പണ്ഡിത എന്ന് പറയുന്ന ആ ബഹുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പണ്ഡിത രമാബായി ഫൗട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് ആൻഡ് സ്റ്റാർട്ടഡ് സെവറൽ സ്കൂൾ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് വിഡോസ് ആൻഡ് ഗേൾസ്. അപ്പോൾ പണ്ഡിത രമാബായി അതായത് ശൈശവ വിവാഹങ്ങൾക്കെതിരെ നിലകൊള്ളുകയും അതുപോലെ തന്നെ വിധവകളുടെയും പെൺകുട്ടികളുടെയും എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ദെൻ ഓർഗനൈസേഷൻ കോൾഡ് ആര്യ മഹിളാ സഭ. അപ്പോൾ ഇതുപോലെയുള്ള ആര്യ മഹിളാ സഭ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എ ഷെൽട്ടർ കോൾഡ് ശരദാ സദൻ വാസ് സ്റ്റാർട്ടഡ് ഫോർ ദ റിഹാബിലിറ്റേഷൻ ഓഫ് വിഡോസ് ആൻഡ് എ പ്രോജക്റ്റ് കോൾഡ് മുക്തി മിഷൻ വാസ് സ്റ്റാർട്ടഡ് ടു പ്രൊവൈഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ ദ വുമൻസ്. ഷീ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലെഡ് ഇൻ മുംബൈ ഇൻ 1889. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആര്യ മഹിളാ സമാജം എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിച്ചു. അതുപോലെ തന്നെ വിധവകളുടെയും പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശാരദാ സദൻ എന്ന് പറയുന്ന ഒരു ഷെൽട്ടർ ഹോം അല്ലെങ്കിൽ അഭയ കേന്ദ്രം സ്ത്രീകൾക്കും തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് മുക്തി മിഷൻ എന്ന് പറയുന്ന പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ അതൊക്കെയാണ് പണ്ഡിത രമാബായിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ അതിന് താഴെ ഇപ്പോൾ നിങ്ങളിപ്പോൾ 3 ആളുകളെ കുറിച്ച് പഠിച്ചു. അതിന് താഴെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രിപ്പയർ എ നോട്ട് ആൻഡ് അനലൈസിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് രാജാറാം മോഹൻ റോയ്, ജ്യോതിറാവ് ഫുലെ ആൻഡ് പണ്ഡിത രമാബായി. അപ്പോൾ ഇവരുടെ മേജറായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് രാജാറാം മോഹൻ റോയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജ്യോതിറാവ് ഫുലെയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പണ്ഡിത രമാബായിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റ്സ് എങ്കിലും മിനിമം പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വായിച്ചത് തന്നെയാണ് ഇപ്പോൾ, അതുകൊണ്ട് വീണ്ടും വായിക്കുന്നില്ല. ആവശ്യമായ കൂട്ടുകാർ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് ഫെമിലറൈസ് ourselves with some other important social റിഫോം മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദെയർ ഫൗണ്ടേഴ്സ്. അപ്പോൾ ഇവർ മാത്രമേ ഇനിയും ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടും അവരുടെ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടുമൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തത് ഫൗണ്ടേഴ്സ്, സ്ഥാപകരെ കുറിച്ചിട്ടാണ്. ആത്മറാം പന്തുറാം എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിട്ടുള്ളത് പ്രാർത്ഥനാ സമാജാണ്. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ്, സർ സെയ്ദ് അഹമ്മദ് ഖാൻ അലിഗർ മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മ മാഡം ബ്ലാവിറ്റ്സ്കി ആൻഡ് കേണൽ ഒൾക്കോട്ട് എന്ന് പറയുന്നവർ തിയോസ്ഫിരിക്കൽ സൊസൈറ്റിയാണ്. സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ മിഷനാണ്. ദെൻ വീരശീലംഗം പന്തുലിംഗം എന്ന് പറയുന്ന ഹിതാഗിരിനി സമാജമാണ്. EV രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനമാണ്. ദെൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ റിഫോം മൂവ്മെൻറ്റും അതുപോലെ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദോ സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസ് സെൽഫ് കോൺഫിഡൻസ് ഓഫ് ഇന്ത്യൻസ് ഗ്രൂ ആൻഡ് ദിസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിലെ ഒരു ആത്മവിശ്വാസം വളർന്നു. ഇതെന്താ നാഷണലിസത്തിന് വളർച്ചയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, അതായത് ഗതാഗതവും വർത്തമാന വിനിമയവും. ദ ബ്രിട്ടീഷ് എക്സ്പാൻഡഡ് ദ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ ഫോർ ട്രേഡ്, ഇൻഡസ്ട്രി ആൻഡ് മിലിറ്ററി പർപ്പസ്. ട്രേഡിന് അതുപോലെ തന്നെ ഇൻഡസ്ട്രി, മിലിറ്ററി പർപ്പസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുള്ള ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ വർത്തമാന വിനിമയ സൗകര്യങ്ങളൊക്കെ കുറച്ചും കൂടി വിപുലീകരിച്ചിട്ടുണ്ട്. ദ സ്റ്റാർട്ടഡ് ദ റെയിൽവേ പോസ്റ്റൽ സിസ്റ്റം ആൻഡ് ടെലിഗ്രാം സർവീസ്. അവർ റെയിൽവേ സിസ്റ്റം അതുപോലെ തന്നെ പോസ്റ്റൽ സംവിധാനമെല്ലാം കമ്പിത്ത പാലമെല്ലാം ആരംഭിച്ചിട്ടുണ്ട്, അതായത് ടെലിഗ്രാഫ് സർവീസാണ്. ദേ ഓൾസോ ഇംപ്രൂവ് ദ റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ടു ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ദിസ് ഫെസിലിറ്റീസ് ഹെൽപ്പ് ദ പീപ്പിൾ ടു ട്രാവൽ ടു ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ and communicate, understand each other. In this way, the ideas of nationalism emerged in the national movement strengthened. The implementation of a unified administrative system, legal system and currency system also created a sense of unity among people.
അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ടെലിഗ്രാം സർവീസ്, പോസ്റ്റൽ സർവീസസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ ഗുഡ്സ് ചരക്ക് എളുപ്പത്തിൽ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇതുമൂലം ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ ഒരുപാട് സഹായിച്ചു എന്നാണ് പറയുന്നത്. അതുവഴി നമ്മുടെ ഒരു ദേശീയ ബോധം രൂപപ്പെടുകയും ഒരു ദേശീയ മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഒക്കെ ശക്തിപ്പെടുത്തുവാനൊക്കെ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താണ് നിയമവ്യവസ്ഥ അതുപോലെ തന്നെയുള്ള നടപ്പിലാക്കുവാൻ ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യബോധം സൃഷ്ടിക്കാനും കാരണമായിട്ടുണ്ട്. അടുത്തത് പറയുന്നത് ഒരു സെമിനാറാണ്. ടോപ്പിക് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു സെമിനാർ രൂപത്തിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് എക്കണോമിക് പോളിസി, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പർ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഈ സെമിനാർ ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോടോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ടീച്ചറോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്? ഫോർമേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. അതായത് രാഷ്ട്രീയ സംഘങ്ങളുടെ രൂപം കൊള്ളുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ദ ഒപ്പീനിയൻ ദാറ്റ് ഓർഗനൈസേഷൻ ഷുഡ് ബി ഫോംഡ് ടു യുണൈറ്റ് ദ പീപ്പിൾ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് എമേർജ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം, ഒപ്പീനിയൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ന്യൂ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വാസ് ഫോംഡ് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് 19th century. സം ഓഫ് ദം ആർ ഗിവൺ ബിലോ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടെ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപപ്പെടുകയാണ് ഉണ്ടായത്. അവയിൽ ചിലതാണ് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഏർലി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ആണ്. സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി, നാഷണൽ ലീഡേഴ്സ് ഹു ലെഡ് ദ മൂവ്മെൻറ്റ്. അപ്പോൾ ഒന്നാമത്തത് ഏതാണ്? ഇന്ത്യൻ അസോസിയേഷൻ ആണ്. അത് ഉണ്ടായിട്ടുള്ളത് കൽക്കട്ടയിലാണ്. നേതൃത്വം നൽകിയിട്ടുള്ള നേതാക്കൾ എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ് ബാനർജി, അനന്തമോഹൻ ബോസ് എന്നിവയാണ്. ദെൻ മദ്രാസ് മഹാജൻ സഭ എന്ന് പറയുന്നത് മദ്രാസിലാണ്. അവിടുത്തെ നേതാക്കൾ എം വീരരാഘവാചാരി, NG സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്ന് പറയുന്നവരാണ്. ദെൻ മുംബൈ പ്രസിഡൻസി അസോസിയേഷൻ മുംബൈയിലാണ് സെൻറ്റർ എന്ന് പറയുന്നത്. ലീഡേഴ്സ് എന്ന് പറയുന്നത് ഫിറോസ് ഷാ മെഹ്ത്ത, KD തെലങ്ക, ബദറുദ്ദീൻ ടൈബ്ജി എന്നിവരൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ആരൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ദെൻ നെക്സ്റ്റ് പേജിൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. This organization were not only Indian by nature. അതായത് ഇത് സ്വഭാവമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ പ്രവർത്തനങ്ങൾക്ക്, ഓർഗനൈസേഷൻസ്. Their activities were confined to certain provinces and territories. അവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചില പ്രദേശങ്ങളിൽ മാത്രമായി ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ സംഘടനകളൊക്കെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നർത്ഥം. Such organization led by a rich and middle class to fail to create awareness among the masses politically. In this the need to form an Indian organization was strengthened. അപ്പോൾ അതായത് എന്താണ് ഇത്തരം സംഘടനകൾക്ക്, അതായത് ഈ മിഡിൽ അല്ലെങ്കിൽ റിച്ച് പോർ, ധനികരുടെയും മധ്യവർഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾ ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ടതിന് ഒരു ആവശ്യകത മനസ്സിലായി. ഓൾ ഇന്ത്യൻ ഓർഗനൈസേഷൻ. ഇനി അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്. ഡിസ്കസ് ആൻഡ് ലിസ്റ്റ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഏർലി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻസർ: ഓർഗനൈസേഷൻ were not only all India by nature. Activities were confined to certain provinces and territories. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലിമിറ്റേഷൻസ് ആണ് ഇതെല്ലാം. നെക്സ്റ്റ് ടോപ്പിക് ആൻഡ് ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ഓൺ December 28, 1885 at 12 noon a meeting was held in a spacious room at the Goguldas Tejpal Sanskrit College, Mumbai. 72 persons are assembled there. They had worked as representatives of some important organization in different regions of India. There were different personalities in terms of language,
religion and recognition in his society. One of the organizers was the Englishman Alan Octavian Hume. W.C. Banerjee, a lawyer, presided over the meeting and that day. അതായത് 1885 ഡിസംബറിൽ 12 മണിക്ക് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് കോളേജിലെ ഒരു വിശാലമായ മുറിയിൽ വെച്ചിട്ട് ഒരു യോഗം നടക്കുകയുണ്ടായി. അപ്പോൾ 72 പേരാണ് അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായിരുന്നു അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തികളായിരുന്നു അവരെല്ലാവരും. സംഘാടകർ ഒരാൾ ഇംഗ്ലീഷുകാരനായിട്ടുള്ള ആരായിരുന്നു? അലൻ ഒക്ടേവിയർ എന്ന് പറയുന്നവരും അലൻ ഒക്ടേവിയർ ഹ്യൂം എന്നിവരായിരുന്നു ഒരു ഇംഗ്ലീഷുകാരനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ W.C. ബാനർജി എന്നിവരായിരുന്നു ലോയർ, അഭിഭാഷകരായിട്ടുണ്ടായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദ ഹിസ്റ്റോറിക്കൽ കോൺഫറൻസ് ലോഞ്ച്ഡ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ് ഡിസ്ക്രൈബ് അബവ്. അപ്പോൾ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയുടെ തുടക്കം കുറിച്ച ചരിത്രപ്രധാനമായ ഒരു സമ്മേളനത്തെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ മുകളിൽ വായിച്ച വിവരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഞാൻ അടുത്തത് അതിന് താഴെ അതിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് 2.13 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ദെൻ വാട്ട് ഹാവ് യു ലേൺ റിഗാർഡിംഗ് ദ ഇൻഫോർമേഷൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ മനസ്സിലാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ 1885. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടിട്ടുള്ളത് 1885 നമുക്കിതിൽ നിന്ന് ആ ഒരു കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത്? ദ മെയിൻ objectives of this conference was to form a general opinion among the social and political activities from different regions. The declared objectives of Indian National Congress are given below. അതായത് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കുക. ടു ഫോസ്റ്റർ ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻ ആൻഡ് ദ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെതിരെ സൗഹൃദ ബന്ധം വളർത്തുക. ദെൻ ദ ഫോസ്റ്റർ ആൻഡ് സ്ട്രെങ്തൻ ആൻഡ് സെൻസ് ഓഫ് നാഷണൽ യൂണിറ്റി റെസ്പെക്റ്റീവ്സ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് പ്രൊവിൻസസ്. ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യതയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുക എന്ന് ഉറപ്പാക്കുക. ദെൻ ഫോർമുലേറ്റ് എ ഗിവ് ഷേപ്പ് ടു കോമൺ നീഡ്സ് ആൻഡ് ടു പ്രസന്റ് ദം ടു ബ്രിട്ടീഷ് ഗവൺമെൻറ്. അതായത് പൊതു ആവശ്യങ്ങൾക്കുള്ള രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഫോം എ പബ്ലിക് ഒപ്പീനിയൻ, ഓർഗനൈസ് എ പീപ്പിൾ ഇൻ ഇന്ത്യൻ കൺട്രി. അതായത് ഒരു ഓർഗനൈസേഷൻ, ഫോം എ പബ്ലിക് ഒപ്പീനിയൻ ഓർഗനൈസ് ചെയ്യുക. അലോ സെൻറ്റേഴ്സ് ഓഫ് ഇന്ത്യ ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. എല്ലാ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾക്കും എല്ലാ ഇന്ത്യക്കാരെയും അലോ ചെയ്യുക എന്നതൊക്കെയായിരുന്നു അവരുടെ ഓരോ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എവറി ഇയർ ഇൻ ഡിസംബർ ദ ആനുവൽ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൺട്രി. അതായത് എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇങ്ങനെ വാർഷിക സമ്മേളനം വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നടത്തിയിരുന്നിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് of that time, Dadabhai Naroji, Surendranath Banerjee, Firoz Shah Mehta, Badruddin Taibji and Gopalakrishna Gokhale, Balagangadhara Tilak, P. Ananda Charlo, R.C. Dot and Ananda Mohan Bose. അപ്പോൾ അന്നത്തെ കാലത്തുള്ള ഇതിന് പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഏർലി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽപ്പ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് നാഷണൽ യൂണിറ്റി ഇൻ നാഷണാലിസം ഇൻ ഇന്ത്യ. ഡിസ്കസ്. അപ്പോൾ ഡിസ്കസിന് 5 പോയിന്റുകൾ എഴുതിയതിൽ അതിൻ്റെ ഉത്തരമായിട്ട് മാറുന്നതാണ്. ദെൻ അടുത്ത ഭാഗം എന്ന് പറയുന്നത് പാർട്ടീഷൻ ആൻഡ് ഡിവിഷൻ ആണ്. അതായത് വിഭജനവും ഭിന്നിപ്പിക്കലുമാണ്. ബംഗാൾ യുണൈറ്റഡ് ഈസ് എ പവർ. ബംഗാൾ എന്ന് പറയുന്നത് ഒരു ഐക്യമുള്ള ശക്തമാണ് അവിടെ. ദെൻ ബംഗാൾ ഡിവൈഡഡ് വിൽ പുട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. ദിസ് ഈസ് ഫീലിംഗ് ഓഫ് കോൺഗ്രസ് ലീഡേഴ്സ്. This is one of the merits of the scheme of partition of Bengal. One of the main aim to split and by thereby weaken a solid body opponent to our rule. അതായത് ഐക്യ ബംഗാൾ വളരെ ശക്തമായിരുന്നു. അതുപോലെ തന്നെ ബംഗാളിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ശക്തിശീലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ ഒരു തോന്നലായിരുന്നു. ഓക്കെ,
അവരുടെ ആശങ്ക പൂർണ്ണമായിട്ട് എന്താണ് ശരിയായിരുന്നു അല്ലേ. ബംഗാൾ വിഭജനം അല്ലെങ്കിൽ പാർട്ടീഷൻ ഉണ്ടാകുന്നതിന് പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇത് തന്നെയായിരുന്നു. അവരുടെ ആ ശക്തി തന്നെയായിരുന്നു. അവരുടെ മുഖ്യ ലക്ഷണങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിൻ്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനകളെ ദുർബലമാക്കുകയും എന്നായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കാം. You have read the description of an official note written in a race. അതായത് നമ്മളിപ്പോൾ വായിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബംഗാൾ വിഭജന ലക്ഷ്യം വിശദീകരിക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയിട്ടുള്ള ഒരു ഔദ്യോഗിക കുറിപ്പാണ് നമ്മൾ വായിച്ചത്. ഓക്കെ, ദ ബ്രിട്ടീഷ് അതോറിറ്റീസ് ഡൈവേഴ്സ് various strategies to weaken Congress-led struggles. The most important of this was partition of Bengal. അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള നടപ്പിലാക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ബ്രിട്ടീഷ് അധികാരികളുടെ പല തന്ത്രങ്ങളും അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ആൻഡ് ദ എയിം ഓഫ് വാസ് ഡിവൈഡ് ദ പ്രൊവിൻസ് ഓഫ് ബംഗാൾ ഇൻ ടു വിച്ച് ഹാസ് സ്ട്രോങ് ഹോൾഡ് ഓഫ് നാഷണലിസം മൂവ്മെൻറ്റ്. അതായത് ഇവരുടെ ഇങ്ങനെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഈ ബംഗാളിനെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പം നിലവിലുള്ള ബംഗാളിൻ്റെ ഒരു വിസ്തൃതമാണെങ്കിൽ കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നും ആര് പറഞ്ഞു? ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർഗ്യൂഡ് ദ എക്സിസ്റ്റിംഗ് provinces of Bengal was a vast and partition was necessary for efficient administration. അതാണ് പറയുന്നത്. then അടുത്തൊരു ബോക്സ് ഉണ്ട്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ഡിവൈഡ് ഇൻ ടു ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അതായത് ആ ബംഗാളിനെ കിഴക്കൻ ബംഗാളായിട്ടും പടിഞ്ഞാറൻ ബംഗാളായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ദ ഈസ്റ്റ് ബംഗാൾ വാസ് എ മുസ്ലിം മെജോറിറ്റി റീജിയൻ ആൻഡ് വെസ്റ്റ് ബംഗാൾ വാസ് എ ഹിന്ദു മെജോറിറ്റി റീജിയൻ. അപ്പോൾ ഭൂരിപക്ഷം കിഴക്കൻ ബംഗാളിൽ ഭൂരിപക്ഷം ആരാണ്? മുസ്ലിം മെജോറിറ്റി ആയിരുന്ന പ്രദേശമായിരുന്നു. പടിഞ്ഞാറൻ ബംഗാളിൽ ഭൂരിപക്ഷം ഹിന്ദു പ്രദേശമായിരുന്നു. അതാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. then അടുത്തത് പറയുന്നുണ്ട്, വാട്ട് വാസ് ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എയിം വാസ് ടു ഡിവൈഡ് ആൻഡ് പ്രൊവിൻസ് ഓഫ് ബംഗാൾ ഇൻ ടു വിച്ച് ഹാസ് സ്ട്രോങ് ഹോൾഡ് ഓഫ് നാഷണലിസം മൂവ്മെൻറ്റ്. On October 16, 1905, the partition was effected. Maori was observed throughout Bengal. അതായത് ബംഗാളിൽ 16 ഒക്ടോബറിൽ 1905 എന്താണ് പാർട്ടീഷൻ വിഭജനം നടക്കുകയുണ്ടായി. അങ്ങനെ ബംഗാളിലുടനീളം ദുഃഖാചരണമായി ആചരിച്ചു അല്ലെങ്കിൽ ദുഃഖാചരണം നടന്നു എന്ന് പറയുന്നുണ്ട്. ഹർത്താൽ വാസ് ഒബ്സർവ്ഡ് ഇൻ കൽക്കട്ടയിൽ ഹർത്താൽ ആചരിച്ചു. ദെൻ people who gathered in the streets signing the patriotic song Amar Sonar Bengal composed by Rabindranath Tagore. Rabindranath Tagore രചിച്ചിട്ടുള്ള അമർ സോണാർ ബംഗ്ല എന്ന് പറയുന്ന ഒരു ദേശീയ ഗാനം അവർ ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലൂടെ സംഘടിച്ചു എന്ന് പറയുന്നു. Then this protest turned into a massive strike. This is known as സ്വദേശി മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു പ്രതിഷേധം എന്താണ്? ഒരു വലിയ സമരമായി മാറി. ഇതിനെയാണ് നമ്മൾ സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then the Indian national movement was energized by the സ്വദേശി മൂവ്മെൻറ്റ്. അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായിട്ടൊരു കുതിച്ചുചാട്ടമായിരുന്നു എന്ത്? സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. The main mode of struggles of this movement was use the Indian goods and boycott the British goods. അതായത് മെയിൻ ആയിട്ടുള്ളൊരു എന്താണെന്ന് പറയുന്നത് ലക്ഷ്യം അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ സമര രീതി എന്ന് പറയുന്നത് ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗം ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാന സമര രീതി എന്ന് പറയുന്നത്. സെൽഫ് റിലയൻസ് വാസ് ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് സ്വദേശി മൂവ്മെൻറ്റ്. എന്താണ്? സ്വയാശ്രയം എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. ദ മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് സ്വദേശി മൂവ്മെൻറ്റ് വാസ് ടു പ്രൊമോട്ട് ദ സക്സസ് ഓഫ് സ്വദേശി ഇൻഡസ്ട്രീസ് and other enterprises which mean boycott British products, thus depriving the government of trade revenue as a part of this. അതായത് സ്വദേശി വ്യവസായത്തിൻ്റെ മറ്റ് സംരംഭങ്ങളും അതുപോലെ തന്നെ വിജയിപ്പിക്കുക എന്നതും അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിച്ച് സർക്കാരിൻ്റെ കച്ചവടത്തിന് ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുറക്കുക എന്നതായിരുന്നു ഇതിൻ്റെ സമരത്തിൻ്റെ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ പാർട്ടായിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി പറയുന്നത്. മെനി ടെക്സ്റ്റൈൽ മിൽസ്, സോപ്പ് ഫാക്ടറീസ്, മാച്ച് ഫാക്ടറീസ്, ഹാൻഡ്ലൂം എസ്റ്റാബ്ലിഷ്, നാഷണൽ ബാങ്ക്സ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് വാസ് സ്റ്റാർട്ടഡ്. നിരവധി തുണി മില്ലുകൾ, അതുപോലെ സോപ്പ് കമ്പനികൾ, തീപ്പെട്ടി കമ്പനികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി എന്നിവയെല്ലാം ആരംഭിക്കുകയുണ്ടായി.
Bengal Chemical Store started by Acharya P.C. Roy Swadesh Store started by Rabindranath Tagore. The Swadeshi Steam Navigator Company started under the leadership of V. Chidambara Pilla was steel factory established by Jamshed Tata were formed as a part of Swadeshi movement. അതായത് ആചാര്യ പി സി റോയ് ആരംഭിച്ചിട്ടുള്ള ബംഗാളിലുള്ള കെമിക്കൽ സ്റ്റോറ്, രബീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ടുള്ള സ്വദേശി സ്റ്റോറ്, അതുപോലെ വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റയുടെ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയെല്ലാം സ്വദേശി സമരത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് സുരേന്ദ്ര ബാനർജി ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്വദേശി മൂവ്മെന്റ് ഈസ് ഗിവൺ ബിലോ. അതായത് ഈ പ്രസ്ഥാനത്തെ, ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിവരണമാണ് സുരേന്ദ്ര ബാനർജി കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഡേയ്സ് ഓഫ് സ്ട്രെങ്ത് ദ സ്വദേശി മൂവ്മെന്റ് കളേർഡ് ദ ഫാബ്രിക് ഓഫ് അവർ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് ലൈഫ്. വെഡിങ് presents comprising foreign materials which could made in India were returned. Priestess often the objectives of stage ceremonies in which things were offered to gods. Guests refused to participate in celebrations for foreign salt and sugar used. അപ്പോൾ എന്താണ് പറയുന്നത്, കരുത്തിൻ്റെ നാളുകളായിരുന്നു സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രതലങ്ങളിലും അല്ലെങ്കിൽ തലങ്ങളിലും എന്താണ് നിറം ചാർത്തി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യ നിർമ്മിച്ചെടുക്കുന്നതിന് പോലുള്ള വിദേശ വസ്തുക്കളിൽ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കുകയും അതുപോലെ തന്നെ പ്രീസ്റ്റുകൾ എന്താണ് അവരുടെ ഉപയോഗങ്ങൾ, അവരുടെ ചടങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ എന്താണ് പുരോഹിതർ പലപ്പോഴും എതിർപ്പ് കാണിച്ചിട്ടുണ്ട്. വിദേശ ഉപ്പോ പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള ആഘോഷവേളകളിൽ പങ്കെടുക്കാതെ അതിഥികൾ വിസമ്മതിച്ചു. അങ്ങനെ ഒരുപാട്, അതായത് ബ്രിട്ടീഷുകാരുടെ സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. Such campaigns created awareness of the ideas of Swadeshi movements and had a great influence of Indian people. അപ്പോൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ ഒരു കുറച്ചും കൂടി ആളുകളിലേക്ക് അവബോധം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. Though this, the common people, women, students of India became participants in a political movement for the first time. അപ്പോൾ ആദ്യമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പങ്കാളികളായി സ്ത്രീകളും അതുപോലെ തന്നെ സാധാരണ വിദ്യാർത്ഥികളും എല്ലാവരും പങ്കാളികളായിട്ടുള്ള ഇതിലൂടെയാണ്. Then the influence of this movement was felt in field of cultural education, economy and politics. അപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന മേഖല എന്ന് പറയുന്നത് സ്വാധീനം ഉള്ള മേഖല വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ സാംസ്കാരികം എന്നീ മേഖലകളിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. The Swadeshi movement was able to spread the Indian freedom at the national level and contribute the Swadeshi as a new way of freedom struggle. The Swadeshi movement brought a national struggle closer to common people. അപ്പോൾ ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ദേശീയതയിലേക്ക് വ്യാപിക്കുന്നതിന് സ്വദേശി മൂവ്മെൻറ്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വദേശി മൂവ്മെൻറ്റ് ദേശീയ സമരത്തിൻ്റെ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ ആണ്, ഇത് സെമിനാർ പേപ്പർ ഉണ്ടാക്കാനാണ്. ടോപ്പിക് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് സ്വദേശി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ ആകുന്നതാണ്. അപ്പോൾ സെമിനാർ നിങ്ങളോട് ടീച്ചർ പറയും, അപ്പോഴൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഓരോ ഡേറ്റൊക്കെ പറഞ്ഞിട്ടായിരിക്കും സെമിനാർ ടോപ്പിക്കൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് വരിക. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്താണ്, മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്സ്. അതായത് എന്താണ് മിതവാദികളും അതുപോലെ തീവ്ര ദേശീയവാദികളുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. there were differences of opinion amongst the leaders regarding the working method of Indian National Congress. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിന്നിരുന്നു. The early leadership was not ready for an open struggle against the British. അതായത് ആദ്യകാലത്തുള്ള നേതാക്കളൊന്നും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പ്രത്യക്ഷ സമരത്തിന് വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. They were known as the moderates. അപ്പോൾ അവരെയാണ് നമ്മൾ മിതവാദികൾ, മോഡറേറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഫിറോസ് ഷാഹ് They were known as the moderates. Chief among them Firoz Shah Mehta, Gopalakrishna Gokhale, Dadabhai Naoroji. They propagate their ideas through peaceful and bloodless struggles, meetings, speeches and resolutions. അതായത് ആരൊക്കെയായിരുന്നു മോഡറേറ്റ്സ് ആയിട്ട് പറയുന്നത്? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവോജി എന്നിവരായിരുന്നു അതിൽ പ്രധാനികളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സമാധാനപരമായിട്ടും അതുപോലെ തന്നെ രക്തരഹിതവുമായിട്ടുള്ള സമരങ്ങളിലൂടെയും യോഗങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഒക്കെയായിരുന്നു അവർ തങ്ങളുടെ ആശയങ്ങളെല്ലാം പ്രചരിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്.
Okay, then another groups dissatisfied with ideas of activities of moderates became strong in the Congress. അതായത് മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും എതിർപ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ അതൃപ്തി ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർ കോൺഗ്രസ്സിൽ വളരെ ശക്തരായിട്ടായിരുന്നു. അപ്പോൾ അവരെയാണ് നമ്മൾ തീവ്രദേശീയവാദികൾ എന്ന് പറയുന്നത്. ഓക്കെ, അവരാരൊക്കെയാണ്? ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ് വർ പ്രോമിനൻറ്റ് എമംഗ് ദം. അപ്പോൾ അവരാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള തീവ്ര ദേശീയവാദികൾ എന്നതിൽ അറിയപ്പെടുന്ന വ്യക്തികൾ. ഓക്കെ, then എന്താ പറയുന്നത്, their mode of action was quite different from those of moderates. അപ്പോൾ അവരുടെ ആ ഒരു പ്രവർത്തന രീതികൾ മോഡറേറ്റ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള തികച്ചും വിഭിന്നമായിരുന്നു എന്ന് പറയുന്നു. They adopted revolutionary methods of actions like Swadeshi and boycott to argue their freedom could not achieve only the good strong open struggles. അതായത് അവർ എന്ത് ചെയ്തു? ദേശീയ ബഹിഷ്കരണം അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള വിപ്ലവങ്ങൾ അല്ലെങ്കിൽ റവല്യൂഷൻസിൻ്റെ പ്രവർത്തന രീതികൾ സ്വീകരിക്കുകയും അതിലൂടെ അവർ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാനാകൂ എന്നവർ വാദിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് കമ്പയർ ദ വർക്കിംഗ് മെത്തേഡ്സ് ഓഫ് മോഡറേറ്റ്സ് വിത്ത് ദാറ്റ് എക്സ്ട്രീമിറ്റ്സ് ഇൻ ദ നാഷണൽ മൂവ്മെന്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. അപ്പോൾ രണ്ടിനെയും മോഡറേറ്റ്സിനെയും എക്സ്ട്രീമിസ്റ്റിനെയും കുറിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നോട്ട് എഴുതാനാണ്. അപ്പോൾ മോഡറേറ്റ്സ് എന്ന് പറയുന്നത് നോട്ട് റെഡി ഫോർ എൻ ഓപ്പൺ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്, പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ് സ്ട്രഗിൾസ്, മീറ്റിംഗ് സ്പീച്ചസ് ആൻഡ് റെസൊല്യൂഷൻസ് ആണ്. ഫിറോസ് ഷാ മെഹ്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാബായ് നറോജി. എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡം കുഡ് ബി അച്ചീവ്ഡ് ഓൺലി ത്രൂ സ്ട്രോങ് ഓപ്പൺ സ്ട്രഗിൾസ്, റെവല്യൂഷണറി മെത്തേഡ്സ് ഓഫ് ആക്ഷൻസ് ലൈക്ക് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ്. അപ്പോൾ ഇവരൊക്കെയാണ്. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചു വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കമ്പയർ ചെയ്തിട്ടൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, the difference between the moderates and extremists became acute at the Surat Congress Conference in 1907. അതായത് ഈ മോഡറേറ്റ്സിനെയും എക്സ്ട്രീമിസ്റ്റിനെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായിട്ടുണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ്സ് ഈവൻ became impossible to continue the conference. Its development led to a split in Congress. അപ്പം ഇങ്ങനെ സമ്മേളനം തുടർന്നു കൊണ്ടുപോയാൽ അസാധ്യമാണെന്ന്, അതായത് സാധ്യമല്ലെന്ന് മനസ്സിലാകുകയും അങ്ങനെ അവർ ആ കോൺഗ്രസിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ദ ബ്രിട്ടീഷ് ടുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ് വെരി സ്കിൽഫുള്ളി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് കോൺഗ്രസ്സിലുണ്ടാകുന്ന ഈ സ്പ്ലിറ്റ് ബ്രിട്ടീഷുകാർക്ക് വളരെയധികം സമർത്ഥമായി മുതലെടുത്തു എന്ന് പറയുന്നുണ്ട്. ദിസ് അലൗഡ് ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെൻറ്റ് ദെയർ പോളിസി ടു ഡിവൈഡ് ആൻഡ് റൂൾ മോർ എഫക്റ്റീവ്ലി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു നയം കൂടുതൽ ആഴത്തിൽ പ്രവർത്തനമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ the British took strict actions against extremists. അതായത് എക്സ്ട്രീമിസ്റ്റിനെതിരെ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. ദ ലീഡേഴ്സ് വർ അറസ്റ്റഡ് ആൻഡ് ജയിൽഡ്. അപ്പോൾ അതായത് ഒരുപാട് നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദ മെനി ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് ബാലഗംഗാധർ തിലക് എക്സ്റ്റൈൽഡ് ഓഫ് മെനി ലീഡേഴ്സ് ക്വൈറ്റ് പൊളിറ്റിക്സ്. അതായത് ബാലഗംഗാധർ പലരുടെയും നാട് കടത്തുകയും പല നേതാക്കളുടെ രാഷ്ട്രീയം ഉപേക്ഷിപ്പിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനടുത്തത് ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ അത് എക്സ്റ്റൻഡ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ വായിക്കുക. ദ ബ്രിട്ടീഷ് ഇംപ്ലിമെൻറ്റ് സം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ടു mitigate popular anger and influence moderates in Congress. അതായത് ബ്രിട്ടീഷുകാർ എന്താ ചെയ്തു? ജനരോക്ഷം തണുപ്പിക്കുന്നതിന് അതുപോലെ തന്നെ ചില ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് മിൻറ്റോ മോർലി റിഫോം ഓഫ് 1909 വർ ഓഫ് ദിസ് ടൈപ്പ്. അതായത് 1900 നടപ്പിച്ചിട്ടുള്ള മിൻറ്റോ മോർലി പരിഷ്കരണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? The main provisions of this reform were provisions of separate consequences of Muslims and expansion of functions of power of legislation. അതായത് ഇതിൻ്റെ പരിഷ്കരണത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താ? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക എന്നതും നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളുടെ അധികാരങ്ങൾ വിപുലീകരിക്കുക എന്നതൊക്കെയായിരുന്നു ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ എക്സ്റ്റൻഡ് റീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലാൽ ബാൽ പാൽ. അതായത് 3 പേരുടെ ആയിട്ട് പറയുന്ന പേരാണ് ലാൽ ബാൽ പാൽ എന്ന്. അതായത് ലാല ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ. അവർ 3 പേരെയും ഒപ്പം പറയുന്നതാണ് ലാൽ ബാൽ പാൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സ്റ്റൻഡ് റീഡിംഗ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ? റെക്കോർഡ് യുവർ റെസ്പോൺസ് ടു ദി സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് മിൻറ്റോ മോർലി റിഫോം എക്സാമ്പിൾ ഫോർ ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ. അതായത് ഡിവൈഡ് ചെയ്യുക അതുപോലെ തന്നെ ഭരിക്കുക എന്ന് പറയുന്ന ഈ ഒരു ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമായിട്ടാണ് നമ്മുടെ ബംഗാൾ പാർട്ടീഷനും മിൻറ്റോ മോർലി
മിന്റോ മോർലി എന്ന് പറയുന്ന റിഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്താനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 2.22 എന്ന് പറയുന്ന ഫിഗർ ആനി ബസന്റ് ആണ്. ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ വിച്ച് സ്റ്റാർട്ടഡ് ഇൻ 1940, അതായത് 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാലത്ത് എന്തായിട്ടുണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് വർ റിവൈവ്ഡ്, അതായത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും ഒരുപാട് സജീവമാകുകയുണ്ടായി. ഇറ്റ് വാസ് ലെഡ് ബൈ ഓർഗനൈസേഷൻ കോൾഡ് ഹോം റൂൾ ലീഗ്. അപ്പം ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഹോം റൂൾ എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു. The Home Rule League, held under the leadership of Annie Besant and Balagangadhara Tilak, gained popular support in the cities and villages. അപ്പം ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? ബാലഗംഗാധര തിലക്, ആനി ബസന്റ് എന്നിവരുടെ പ്രവർത്തനാരംഭമാണ്. ഇതിന് നഗരങ്ങളിലും വില്ലേജസിലും സിറ്റീസിലും ഒക്കെ ഒരുപാട് ജനപിന്തുണ നേടുകയുണ്ടായി. ഓക്കെ, the aim of this organization was home rule of self government, അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സ്വയം ഭരണമൊക്കെ ആയിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. Then Annie Besant and Balagangadhar Tilak traveled across the country to promote the Home Rule League and set up many branches. Realizing that the Home Rule League activities were threatened to British supremacy, the government arrested and imprisoned Annie Besant. Later, she was released from the jail. She was elected by President of Congress in Calcutta Conference in 1970. Annie Besant is the first woman president of Indian National Congress. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള പ്രചാരണത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ രാജ്യത്തിനുടനീളം സഞ്ചരിക്കുകയും ഒരുപാട് ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പം ഇങ്ങനെയുള്ള ഹോം റൂൾ ലീഗിൻ്റെ ആക്ടിവിറ്റീസ് ബ്രിട്ടീഷുകാർക്ക് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് അവർ ജയിൽ മോചിതയായിട്ട് 1917 കൽക്കട്ടയിലെ സമ്മേളനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ഫസ്റ്റ് കോൺഗ്രസ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു വനിതാ അധ്യക്ഷനായിരുന്നു ആര്? ആനി ബസന്റ് എന്ന് പറയുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹോം റൂൾ ലീഗ് പ്രൊമോഷണൽ പ്രോഗ്രാം, അതായത് പ്രചാരണ പരിപാടിയുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് യൂണിറ്റി ഇൻ ലക്നൗ. ലക്നൗവിലുള്ള യൂണിറ്റി, ഐക്യത്തിനെ കുറിച്ചിട്ടാണ്. ദ ആനുവൽ കോൺഫറൻസ് ഓഫ് ദ കോൺഗ്രസ് ഇൻ 1960 വാസ് ഹെൽഡ് ഇൻ ലക്നൗ, അതായത് വാർഷിക സമ്മേളനം കോൺഗ്രസിൻ്റെ നടന്നിട്ടുണ്ടായിരുന്നത് 1916 ലക്നൗവിലായിരുന്നു. ദിസ് കോൺഫറൻസ് വാസ് നോട്ടബിൾ ഡ്യൂ ടു സം ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. ഈ സമ്മേളനം സുപ്രധാന തീരുമാനങ്ങളായി ശ്രദ്ധേയമായിട്ടുണ്ട്. Then this conference it was decided that moderates and extremists should be unite and Indian National Congress and All India Muslim League should work together. അപ്പം ഇതിൽ എക്സ്ട്രീമിസ്റ്റും അതുപോലെ മോഡറേറ്റ്സിൻ്റെ ഐക്യപ്പെടാനും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു സമ്മേളനത്തിൽ തീരുമാനിക്കുകയായിരുന്നു. യൂണിറ്റി ഇൻ ലക്നൗ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അടുത്തത് ബൈ ഓൾട്ടർനേറ്റീവ് മീൻസ്, അതായത് ഇതര വഴികളിലൂടെ എന്ന് പറയുന്നതാണ് ഇനി പഠിക്കുന്നത്. എന്താണ്? ഇൻ കോൺട്രാസ്റ്റ് ടു ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മെത്തേഡ് ഓഫ് സ്ട്രഗിൾ സം ഫോം സീക്രട്ട് റെവല്യൂഷണറി ഓർഗനൈസേഷൻ ആൻഡ് റിസോർട്ടഡ് ടു ആർമഡ് സ്ട്രഗിൾസ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില സീക്രട്ട് ആയിട്ടുള്ള രഹസ്യമായിട്ടുള്ള വിപ്ലവ സംഘടനകളൊക്കെ രൂപീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അതായത് ആർമഡ് സ്ട്രഗിൾസ് ഒക്കെ ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. ദേ ബിലീവ് ദാറ്റ് ദ വെസ്റ്റേൺ എംപയർ കുഡ് ഓൺലി ബി ഓവർ ത്രൂ വയലൻസ്. അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്, വെസ്റ്റേൺ സാമ്രാജ്യത്തെ നമുക്ക് ഹിംസയിലൂടെ മാത്രമേ അവരെ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആൻഡ് സം ഓഫ് ദം ആർ ഗിവൺ ലിസ്റ്റ്, അതായത് അതിൽ ചില പ്രധാനപ്പെട്ടവയാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ആ ടേബിൾ നമ്മൾ നോക്കാം. അതായത് റെവല്യൂഷണറി ഓർഗനൈസേഷൻ, പ്ലേസ്, ലീഡർഷിപ്പ്. ആദ്യത്തേതാണ് ഒരു അനുശീലൻ സമിതി എന്ന് പറയുന്നത്. അതിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ബംഗാളാണ്. അതിൻ്റെ നേതൃത്വം സച്ചീന്ദ്രനാഥ് സന്യാൽ എന്ന് പറയുന്നതും അരബിന്ദോ ഘോഷ് എന്ന് പറയുന്ന വ്യക്തികളുമാണ് ലീഡർഷിപ്പ്. ഇതിനടുത്തതാണ് ഭാരത് മാതാ അസോസിയേഷൻ. അത് മദ്രാസിലായിരുന്നു. നീലകണ്ഠ ബ്രഹ്മചാരി
ബിഹാരി, അതുപോലെ തന്നെ വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്ന് പറയുന്നവരാണ്. മൂന്നാമത്തത് യുഗാന്തർ പാർട്ടി എന്ന് പറയുന്നതാണ്. ബംഗാളിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. ആരൊക്കെയാണ്? രാജ് ബിഹാരി ബോസ്, അതുപോലെ തന്നെ ഖുദിറാം ബോസ് എന്ന് പറയുന്നതാണ്. ഖദർ പാർട്ടി അമേരിക്കയിലായിരുന്നു. അതായത് ലാൽ ഹർദയാൽ എന്ന് പറയുന്ന വ്യക്തികളാണ് ഇതിന് ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത്. The various exploitative policies of the British and resistance of Indian people against them to led a growth of Indian nationalism. With the formation of Indian National Congress, the resistance of Indian people against the British took a organized form. The Swadeshi movement against the partition of Bengal was the most important, powerful, popular movement of that time. Later, with Gandhiji taking the lead, the freedom struggles became more popular and powerful. അതായത് ബ്രിട്ടീഷുകാരുടെ ഒരുപാട് ചൂഷണങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യൻ ജനത സ്വീകരിക്കുകയും അതിനെയൊക്കെ ചെറുത്തു നിൽപ്പുകയുമായിട്ടുള്ള ഇന്ത്യൻ ദേശീയത വളർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ ഒരു ഫോർമേഷൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ ഒരു റെസിസ്റ്റൻസ്, ചെറുത്തു നിൽപ്പും സംഘടിത രൂപവും കൈവന്നിട്ടുണ്ടായിരുന്നു. അക്കാലത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നു എന്ത്? പാർട്ടീഷൻ ഓഫ് ബംഗാളിനെതിരെ നടന്നിട്ടുള്ള നമ്മുടെ സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം പിൽക്കാലത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ വലിയ ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾ ഇതെല്ലാവരും കുറച്ചായും പഠിച്ച് മനസ്സിലാക്കുക, മീനിങ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ അത് പതിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ 8ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നാമത്തെ പാഠം എന്തായാലും നിങ്ങൾ പഠിക്കുക. ഒന്നാമത്തെ പാഠത്തിൻ്റെ ചിലതൊക്കെ തുടർ കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ഇൻവെൻഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പാഠം എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.